ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ED ഉടൻ സമൻസ് നൽകും. ജാമ്യം ലഭിച്ചാൽ ഉടൻ ED സമൻസ് കൈമാറും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ആഴ്ച ED ചോദ്യം ചെയ്യും എന്നാണ് അറിയുന്നത്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരെയും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഒരുപക്ഷെ സമാന്തരമായ അന്വേഷണമായിരിക്കാം ED നടത്തുന്നത്. ഇപ്പോൾ SIT നടത്തുന്ന അന്വേഷണത്തിന് ഉപരിയായി ഒരുപക്ഷെ ഒരു പടി കൂടി കടന്നുള്ള അന്വേഷണമാണ് ED നടത്തുന്നത്. അതിൻ്റെ ഭാഗമാണ് കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത്. അതുകൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമൻസ് നൽകാനുള്ള തീരുമാനവും. ജിജീഷ് കരുണാകരൻ. വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ അന്വേഷണം, അതായത് SIT അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് നിന്ന് തുടങ്ങുക എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു അന്വേഷണ രീതി എന്ന് പറയുന്നത്. കാരണം പല മേഖലകളെയും സ്പർശിക്കാതെ പല തലങ്ങളിലേക്കും നീങ്ങാതെയുള്ള ഒരു അന്വേഷണമായിരുന്നു SIT നടത്തിയത്. വലിയ വിമർശനങ്ങളിലേക്ക്, അതായത് തുടക്കത്തിൽ വേഗത്തിൽ പോയി എന്ന് പറഞ്ഞ SIT അന്വേഷണം പിന്നീട് മന്ദഗതിയിലാവുകയും കാര്യമായ അന്വേഷണം നടക്കാതിരിക്കുകയും ആരിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടതുണ്ട് അവരിലേക്കൊന്നും തന്നെ അന്വേഷണം എത്താതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതിനെ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. ഇതിൻ്റെ എല്ലാം ഏറ്റവും മുഖ്യ കണ്ണി എന്ന നിലയിൽ SIT ആണെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും എല്ലാം തന്നെ കണ്ടെത്തിയിരിക്കുന്ന ആളെന്ന് പറയുന്നത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മുഖ്യപ്രതിയാണ് SIT കേസിലെ. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്ത് നിർണായക വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. നേരത്തെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തിരുന്നു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി വിവരങ്ങളാണ് മുരാരി ബാബു നൽകിയത് എന്നതുകൊണ്ട് തന്നെയാണ് സമൻസ് നൽകി എത്രയും വേഗത്തിൽ വിളിച്ചു വരുത്താനുള്ള ഒരു നടപടികൾ. സ്വാഭാവികമായും നിലവിൽ റിമാൻഡിൽ തുടരുന്ന പ്രതിയാണ്. ആ പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിന് പ്രത്യേകമായി തന്നെ കോടതിയിൽ അപേക്ഷ നൽകിക്കൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതുണ്ട്. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയാൽ സ്വാഭാവികമായും ഇത്തരം തടസ്സങ്ങളൊന്നും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ ജാമ്യം ലഭിച്ചാൽ, കാരണം നേരത്തെ ഒരു കേസിൽ ജാമ്യം ലഭിച്ചതാണ്, കട്ടളപ്പാളി കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്നതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായി പുറത്തേക്ക് വരും. അങ്ങനെയെങ്കിൽ ആദ്യം തന്നെ ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുക എന്നതാണ് EDയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് സമൻസ് അടക്കം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇനി ഇതിൽ തീയതി രേഖപ്പെടുത്തുക എന്ന ഒരു നടപടി മാത്രമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യുക, EDയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത ദിവസം ചോദ്യം ചെയ്യുക, നിർണായക വിവരങ്ങൾ രേഖപ്പെടുത്തുക എന്നതാണ്. മാത്രമല്ല ചില അറസ്റ്റുകളിലേക്ക് കൂടി ഈ ചോദ്യം ചെയ്യലിൻ്റെ തുടർച്ചയായി ED കടക്കുമെന്ന സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തിരുന്നു. അറസ്റ്റ് നടപടികളിലേക്കൊന്നും കടന്നിരുന്നില്ല. എന്നാൽ വീണ്ടും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്വത്തുവകകളുടെ വിവരങ്ങളടക്കം പലതും മറച്ചുവെക്കുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ ഈ മുഖ്യ കണ്ണിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കസ്റ്റഡിയിൽ കൂടുതൽ ദിവസം വാങ്ങിക്കൊണ്ടുമെല്ലാമുള്ള ഒരു നടപടിയിലേക്കായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുക. കാരണം മറ്റ് ആളുകളുടെ പങ്കാളിത്തം കൃത്യമായി ബോധിപ്പിക്കാൻ കഴിയുന്ന, മറ്റ് ആളുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നതാണ്. കാരണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായി അറിയാം. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഇതിലെല്ലാം ഇടപെട്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയും. മാത്രമല്ല അതിലെല്ലാം ഉപരിയായി ഈ സ്വർണ്ണ കവർച്ചയിൽ രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘങ്ങൾക്കുള്ള ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ നടന്നിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ, വിദേശ ഫണ്ട് ഇടപാടുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. കാരണം നേരത്തെ SIT ചോദ്യം ചെയ്തപ്പോൾ ഒരു ഘട്ടത്തിലും കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്നിരുന്നില്ല. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള പ്രാഥമിക വിവരശേഖരണം പോലും SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവരശേഖരണങ്ങൾ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണ പാളികൾ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം മാത്രമാണ്. അത്തരം കാര്യങ്ങൾ മാത്രമായിരുന്നു ചോദ്യം ചെയ്യലിൽ ഉന്നയിച്ചത് എന്ന് ഈ മൊഴികൾ പരിശോധിച്ചപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. മുരാരി ബാബുവിന്റെ മൊഴികൾ വിശദമായി അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികളുടെ എല്ലാ മൊഴികൾ പരിശോധിച്ച് തന്നെയാണ് അന്വേഷണ സംഘം ഇങ്ങനെയൊരു നിർണായക നീക്കത്തിലേക്ക് കടക്കുന്നത്. വളരെ വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമൻസ് നൽകാനാണ് EDയുടെ തീരുമാനം. അത് മാത്രമല്ല,
ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തെയും ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ED നീക്കങ്ങൾ ആരംഭിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.